ഹായ്. ഞാൻ കുറച്ച് മുന്നേ വയനാട്ടില് മമ്മൂട്ടി വന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോ, അതിന് താഴെ സിദ്ദീഖ് വയനാട് വന്നപ്പോ സ്റ്റേജിൽ കയറിയപ്പോ ഒരുപാട് പേര് കൂവി വിളിച്ചു. ആ സംഭവം നടന്ന സമയത്തൊക്കെ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ് കണ്ടു. ഇതിൽ മെയിനായിട്ട് 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന് ജസ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം, സിദ്ദീഖ് റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഈ കോൺഗ്രസ് പാർട്ടി അവിടെ ദുരന്തം ഉണ്ടായ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഗവൺമെന്റും ഒക്കെ വീട് പ്രഖ്യാപിച്ച സമയത്ത് എത്രയോ വീടുകൾ പ്രഖ്യാപിക്കുകയും അത് മാത്രമല്ല ഗവൺമെന്റിന്റെ വീടുകൾ കൊടുക്കുന്നതിന് മുന്നേ അവരുടെ വീടുകൾ കൊടുത്തു തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനയൊക്കെ നടത്തി ഫണ്ട് പിരിച്ചു പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നിട്ടും ഗവൺമെന്റിന്റെ വീടുകൾ കൊടുത്തു തുടങ്ങിയിട്ടും ലീഗിന്റെ വീട് വരെ കൊടുത്തിട്ടും കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച ഒരു വീടിന്റെ ഒരു ചുമര് പോലും പൊങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള ജനരോഷമായിട്ട് കണ്ടാൽ മതി അതിനെ. ഇനി അതല്ല, അവിടെയുള്ള CPM-കാര് തന്നെ കൂവിയതാണെങ്കിൽ തന്നെ അതിനെ വസീഫിനെ പോലെയുള്ള നേതാക്കന്മാർ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവന്മാരോട് മിണ്ടാതിരിക്കാൻ പറയുന്ന വിഷ്വൽസ് നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം മമ്മൂട്ടി ചെയ്തത് ശരി, റഫീഖ് ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നതും കമന്റ് ഇടുന്നതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ആ പ്രൊജക്ടിന്റെ എഞ്ചിനീയറാണ്, ആ ടീമിലുള്ള ആളാണ്. അവൻ പറയാറുണ്ട് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5-6 ദിവസം ഈ പറഞ്ഞ ഈ സെക്രട്ടറി, ഈ റഫീഖ് എന്ന പേരുള്ള ആൾ അവിടെ എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ടൈം അദ്ദേഹം അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതികരിക്കും. അല്ലാതെ ഇവിടെ സിദ്ദീഖ് MLA-യുടെ ഇൻവോൾവ്മെന്റിനെ ചെറുതാക്കി കാണുമോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ചെറുതാക്കി കാണുമോ, അങ്ങനെ ഒന്നും തന്നെ ആരും ചെയ്തിട്ടില്ല. എന്തായാലും മമ്മൂട്ടിയുടെ ആയാലും റഫീഖിന്റെ ആയാലും പേഴ്സണൽ സ്പേസിനെയും അവരുടെ ഡിഗ്നിറ്റിയെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. കാരണം അവർ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചുളുവിൽ കുറെ കമ്മിപ്പട്ടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷം.